നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. എന്നാൽ ചില പ്രത്യേക സെറ്റിങ്സ് ഓപ്പണായി കിട്ടണമെങ്കിൽ അതിനൊരു പ്രത്യേക കോഡ് തന്നെ ടൈപ്പ് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് *#007# അങ്ങനെ തുടങ്ങുന്ന ചില കോഡ് നമ്പറുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംസങ്ങിന് പറ്റുന്ന കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കോഡ് നമുക്ക് റിയൽമിയിൽ വർക്കായിക്കൊള്ളണം എന്നില്ല. എന്നാൽ റിയൽമിയിൽ കൃത്യമായിട്ട് നമ്മൾ അടിക്കുന്ന കോഡ് ഓപ്പോയിലോ വിവോയിലോ വർക്കായിക്കൊള്ളണം എന്നില്ല. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ മൊബൈൽ ഏതാണോ അതിന് ഉതകുന്ന എത്ര കോഡുകളുണ്ട്, എന്തിനൊക്കെയാണ് ഈ കോഡുകൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആകും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡാറ്റ ആണെങ്കിലും നിങ്ങൾ ഓഫിലിടുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതുപോലെ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പരസ്യ ശല്യമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഇൻ്റർനെറ്റ് ഓഫിലിടാൻ ഞാൻ പറയുന്നത്. പിന്നെ അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഓരോ കാര്യം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് കാണിക്കുകയാണ്. അതിൻ്റെ ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ ക്ലോസ് എന്ന ഈ ഒരു ഇൻറ്റോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ എക്സ്പ്ലോർ സെലക്ട് കോഡ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഡായി വരുന്നുണ്ട്. ഇത് ലോഡായി വന്നതിന് ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ സി ഓൾ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മൊബൈലിൻ്റെ ബ്രാൻഡുകളും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏത് ബ്രാൻഡിൻ്റെയാണ് അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് റിയൽമിയുടെ മൊബൈലാണ്. അപ്പോൾ എനിക്ക് റിയൽമിയുടെ കോഡ് മാത്രം മതി. ഞാനിപ്പോൾ റിയൽമി ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ കോഡുകളും അതെന്തിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ IMEI നമ്പർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിസ്പ്ലേ സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്താൽ മതി. ബാറ്ററി സ്റ്റാറ്റസ് മറ്റുള്ള സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അറിയണമെങ്കിൽ അതിൻ്റെ കോഡ് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ നിരവധി കോഡുകൾ, റിയൽമിയുടെ എല്ലാ കോഡുകളും ഇവിടെ ലഭ്യമാണ്. ഓരോ കോഡുകളും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈപ്പ് ചെയ്യാം. ഇനി മറ്റുള്ള മൊബൈലിൻ്റെ കോഡുകളും നമുക്ക് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ സാംസങ് സെലക്ട് ചെയ്യാണ്. സാംസങ്ങിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കോഡുകളായിരിക്കും. അത് നിങ്ങളുടെ മൊബൈലിൽ വർക്കായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്തിനുള്ള കോഡാണ്, ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കോഡ് വേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അങ്ങനെ എല്ലാ മൊബൈലിൻ്റെ നിരവധി കോഡുകളും ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.